അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങളുടെയൊക്കെ വന്യഗുരുവും നിലവിൽ മുണ്ടക്കുളം ജാമിയ ജലാലിയയിൽ വൈസ് പ്രിൻസിപ്പളുമായ ഷെയ്ഖുന കാപ്പിൽ ഉമർ മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യരിൽ ഒരാളുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുള്ള അൽ ഖാസിമി ഉസ്താദാണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. അദ്ദേഹത്തോട് നമുക്ക് അവിടുത്തെ ഇൽമിൻ്റെ ആഴത്തിൽ നിന്ന് അല്പം കാര്യങ്ങൾ ചോദിച്ചറിയാം. ഇപ്പോൾ ഉസ്താദ്, ആദ്യമായി ഉസ്താദിൻ്റെ ദർസ് പഠനം, അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? ദർസിലേക്ക് ഉള്ള പോക്ക് സ്വയം ഇഷ്ടപ്രകാരമായിരുന്നു, അതോ കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരമാണോ ദർസിലേക്കുള്ളൊരു തുടക്കം ഉണ്ടായിരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. ഞാൻ സ്കൂള് 7ാം തരവും മദ്രസ 6ാം തരവും പൂർത്തിയാക്കിയ ശേഷമാണ്, ഒരു 13 വയസ്സ് പൂർത്തിയായ ശേഷം പള്ളി ദർസിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കുടുംബം ഒരു കർഷക കുടുംബമായതുകൊണ്ട് അവർക്ക് ദർസിൻ്റെ ഗുണമേന്മയെ കുറിച്ചൊന്നും അറിയില്ലെങ്കിലും അവർ ഇസ്ലാമിക പശ്ചാത്തലമുള്ള കുടുംബമായതുകൊണ്ട് ദർസിൽ പഠിപ്പിക്കണം എന്ന് ഒരു അതിയായ താല്പര്യം എൻ്റെ മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ വാപ്പയൊക്കെ വളരെ കഷ്ടപ്പെട്ട് സാധാരണ ഈ കൃഷി അതുപോലത്തെ തൊഴിലുകളൊക്കെ ചെയ്യുമ്പോഴും നിസ്കാരം ഒന്നും ഒരു കാലത്തും ഖളാ ആക്കാത്ത ആളാണ് അവർ. വളരെ ദൂരം പോയി മരം ഈരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു അന്ന്. അതായത് നമ്മളെ മില്ലുകൾ വരുന്നതിന് മുമ്പ് നാട്ടും പുറത്ത് വനത്തിലൊക്കെയാണ് അവർ ഈർച്ചപ്പണി ചെയ്യുക. റമദാൻ മാസത്തിൽ പോലും നോമ്പ് ഒഴിവാക്കാതെ ഇവിടുന്ന് 5-10 കിലോമീറ്റർ ദൂരെ പോയി ഈർച്ചപ്പണി ചെയ്ത് അങ്ങനെയൊക്കെയാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷെ ആ കാലത്ത് അവർക്ക് നോമ്പ് നിസ്കാരം പോലത്തെ കാര്യത്തിലൊക്കെ വലിയ ചിട്ടുള്ള ആളായിരുന്നു വാപ്പയ്ക്ക്. അപ്പം അതുകൊണ്ട് അവർക്ക് മക്കൾ മൂല്യന്മാരാണെന്ന് വലിയ താല്പര്യമുള്ള ആളുകളായിരുന്നു. പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നേരത്തെ ഒരു കർഷക കുടുംബമായതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൃഷിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഈ കൃഷിയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം, അത് എല്ലാ കാലവും തൊഴിലുണ്ടാവുന്ന ഒരു പണിയാണത്. അപ്പം അതുകൊണ്ട് വീട്ടിൽ പെങ്ങന്മാരൊക്കെ മൂത്ത ആളുകളായിരുന്നു. 3 പെങ്ങന്മാരും ഒരു ജ്യേഷ്ഠനും ഒരു അനുജനുമാണ് എനിക്കുള്ളത്. അതിൽ പെങ്ങന്മാരൊക്കെ നേരത്തെ കല്യാണം ചെയ്തു പോയി. പിന്നെ എൻ്റെ മൂത്തൊരു ജ്യേഷ്ഠൻ, അതിൻ്റെ താഴെ ഞാൻ, അതിൻ്റെ താഴെ ഒരു അനുജനും. ഞങ്ങൾ ആൺകുട്ടികളാണ് ചെറുത്. അതിൽ ജ്യേഷ്ഠനും നേരത്തെ ഓതാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ആള് ഞാനാണ്. അപ്പം എന്നെയും സ്കൂൾ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഓതാൻ പറഞ്ഞേക്കണം എന്നുള്ള വീട്ടുകാരുടെ താല്പര്യം തന്നെയാണ്. നമുക്കതിനങ്ങനെ ഓതാൻ പോകണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. അപ്പോൾ വീട്ടുകാരുടെ താല്പര്യം കൊണ്ടാണ് ഞാൻ എന്തായത് ഓതാൻ പോയത്. പിന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിയുടെ മകൻ ഒരു മുഹമ്മദ് മുസ്ലിയാർ അൽ ഖാസിമി, ഉമറുസാഹിൻ്റെ തന്നെ ആദ്യകാലത്ത് ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. അപ്പോൾ മൂത്തമ്മാൻ്റെ മകനായ അതുകൊണ്ട് കുടുംബത്തിൽ ഒരാൾ എന്ന നിലക്ക് ഉമ്മയും വാപ്പയും ഒക്കെ അയാളെ കൂടെയാണ് എന്നെ ആദ്യമായി ഓതാൻ പറഞ്ഞു വിട്ടത്. അത് പട്ടാമ്പിക്കടുത്ത് ചെരുപ്പൂര് എന്നൊരു പ്രദേശം. പട്ടാമ്പിയിൽ നിന്നൊരു 5-8 കിലോമീറ്റർ ഉള്ളിലാണ്, കറുകപുത്തൂരിൻ്റെ അടുത്ത്. അവിടെയാണ് ഞാൻ 2 വർഷം ജ്യേഷ്ഠൻ്റെ അടുത്ത് ഓതിയത്. അതിന്റെ ശേഷമാണ് ഉമർ ഉസ്താദിന്റെ ദർസിൽ ചേരുന്നതോ? അവിടുന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ ദർസിലെ ചെറിയ അസൗകര്യങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് സ്വാഭാവികമായും പിന്നെ അവിടെ നിന്ന് മാറണം തോന്നി. അങ്ങനെ ഞാൻ അവിടുന്ന് മാറിയത് പിന്നെ നമ്മളെ അലൈ ഫൈസിൻ്റെ ഒക്കെ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു, മണ്ണാർക്കാട്ടുകാരൻ CH മൊയ്തു മുസ്ലിയാരുണ്ട്. അവരിപ്പോൾ ഓഫാത്തായിക്കോണം. ഈ 2 ഉസ്താദന്മാരും ഓഫാത്തായി. എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ഓഫാത്തായി. ഈ CH മൊയ്തു മുസ്ലിയാർ മണ്ണാർക്കാട് മണ്ണാലടിക്കാരനാണ്. അവരുടെ ദർസിലായിരുന്നു അലൈ ഫൈസി ഓതിയെന്നാണ്. അലൈ ഫൈസിൻ്റെ പിന്നെ അമ്മായിൻ്റെ മാവനും കൂടിയാണ്, ഞങ്ങൾ അടുത്ത ആളുകളാണ്. അപ്പം അതുകൊണ്ട് അലൈ ഫൈസിൻ്റെ ദർസിലേക്കാണ് പോയത്. അത് കാസർഗോഡ് കോട്ടിക്കുളത്ത് എന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ ഒരു 14-15 വയസ്സ് പ്രായത്തിൽ പട്ടാമ്പിയിലാണ്. അതിൻ്റെ ശേഷം ഒരു 16 വയസ്സ് സമയത്താണ് ഞാൻ കാസർഗോഡ് കോട്ടിക്കുളം എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അവിടെ ഉസ്താദിൻ്റെ അടുത്തൊരു 8 മാസം
പിന്നെ കാസർഗോഡ് ഓതി. പിന്നെ ആ വർഷം പൂർത്തിയാവുന്നതിൻ്റെ മുമ്പ് തന്നെ ഉസ്താദ് അവിടുന്ന് പിന്നെ കളമശ്ശേരിയിലേക്ക് മാറി, എറണാകുളത്ത്. അപ്പം മൂപ്പര് അവിടെ എന്തോ നമുക്ക് ചെറിയ കുട്ടികളാണ്, അതുകൊണ്ട് ദറസിൻ്റെ പിന്നെ ഉള്ളുകളികളെ കുറിച്ചൊന്നും അറിയില്ലല്ലോ, കമ്മിറ്റി ഉസ്താദന്മാരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെ ഉസ്താദ് പത്രത്തിലൊരു പരസ്യം കണ്ടാണ് കളമശ്ശേരിയിൽ ഒരു പോസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എറണാകുളത്താണ് കളമശ്ശേരി, എടപ്പള്ളിയുടെ അടുത്ത്. അപ്പൊ അങ്ങനെ നേരെ ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ ഉസ്താദിന്റെ കൂടെ ഞങ്ങൾ വിദ്യാർത്ഥികളെല്ലാവരും കൂടി കാസർഗോഡ് നിന്ന് നേരെ തെക്കോട്ട് കളമശ്ശേരിയിലേക്കാണ് പോയത്. അപ്പൊ അടുത്ത വർഷം, ആ വർഷത്തിന്റെ ബാക്കി 2 മാസവും പിന്നെ അടുത്ത വർഷവും കളമശ്ശേരിയിലാണ് ഓതിയത്. പിന്നെ കളമശ്ശേരി അങ്ങനെ ഓതുന്ന കാലത്ത് എനിക്ക് ഒരു അവിടെ പോകാൻ വലിയൊരു താല്പര്യമൊന്നുമില്ല. പിന്നെ അത് ദറസിന്റെ ഗുണവും ദോഷമൊന്നും മനസ്സിലാക്കിയിട്ടല്ല. എൻ്റെ ഒരു പിന്നെ നാട്ടുകാരനായ ഒരു യഹ്യ ഫൈസി ഉണ്ടായിരുന്നു ഉസ്താദിന്റെ അടുത്ത്, ഉമർ ഉസ്താദിന്റെ അടുത്ത് തന്നെ ഓതിയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നാണ് ഞാൻ ഉമർ ഉസ്താദിന്റെ അടുത്ത് ദർശക്കാക്കി തരേണ്ടത്. അപ്പൊ ഒരു കൊല്ലം പറഞ്ഞ മൂപ്പര് അടുത്ത കൊല്ലം ആക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത കൊല്ലം കൂടി എറണാകുളത്തേക്ക് തന്നെ പോയത്. അപ്പൊ 2 വർഷം അവിടെ പൂർത്തിയായപ്പോൾ യഹ്യ ഫൈസി മുഖേനയാണ് ഞാൻ ഉമർ ഉസ്താദിന്റെ ദർസിൽ പോകുന്നത്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾക്ക് ദർസ് നല്ലത് അന്വേഷിച്ച് പിടിച്ച് ദർസിലേക്ക് ചേർത്തി തരാനുള്ള ഒരു ചുറ്റുപാടൊന്നുമില്ലല്ലോ അവർക്ക്, അവരുടെ മേഖല അതല്ലാത്തതുകൊണ്ട്. യഹ്യ ഫൈസിയുടെ സഹായത്തോടു കൂടെയാണ് മൂപ്പരാണ് എന്നെ ഉമർ ഉസ്താദിന്റെ ദർസിൽ കൊണ്ടുപോയി ചേർത്തി തന്നത്. എവിടെയായിരുന്നു ഉമർ ഉസ്താദിന്റെ പോയി ആദ്യം പഠിച്ചത്? അന്ന് ഞാൻ ഉമർ ഉസ്താദിന്റെ ദർസിൽ ചെല്ലുമ്പോൾ ഉമർ ഉസ്താദ് കോടങ്ങാടാണ്, ഞാൻ മൊത്തം കോടങ്ങാട് തന്നെ. ഉമർ ഉസ്താദ് കോടങ്ങാട് ഒരു 10 വർഷം നിന്നിട്ടുണ്ട്. അതിൽ 2ാമത്തെ വർഷമാണ് ഞാൻ ചെല്ലുന്നത്. നമുക്കറിയാം ഉമർ ഉസ്താദിന്റെ ദർസിന്റെ ഒരു പ്രത്യേക ശൈലി, മാക്കൂലാത്തിൽ പ്രത്യേക കഴിവുള്ള ആളായിരുന്നു മഹാനായ ഉമർ ഉസ്താദ്. മാക്കൂൽ ഉമർ ഉസ്താദ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നതിന്. അപ്പൊ അദ്ദേഹത്തിന്റെ ദർസിന്റെ ഒരു ശൈലി എങ്ങനെയായിരുന്നു? അദ്ദേഹത്തിന്റെ ദർസിൽ ഇപ്പൊ ഇന്നത്തെ മുദരിസമാരൊക്കെ അനുവർത്തിക്കേണ്ട ഒരുപാട് പ്ലസ് പോയിന്റുകളുണ്ട്, നല്ല ഗുണങ്ങളുണ്ട്. ഒരു വിദ്യാർത്ഥികളുടെ ഉയർച്ച, ഒരു വിദ്യാർത്ഥിയെ എത്ര ഉയർത്താൻ കഴിയുമെങ്കിലും അത്ര ഉയർത്തണം എന്നൊരു ചിന്താഗതിക്കാരനാണ്. അതുകൊണ്ട് മൂപ്പരെ അധ്യാപന രീതി വളരെ വേറിട്ടൊരു അധ്യാപന രീതിയാണ്. വിഷയം ആവർത്തിച്ച് പറയുക, അത് മൂപ്പര് പ്രത്യേക ശൈലിയാണ്. ഏത് സ്ഥലവും ഒരു 3 തവണയെങ്കിലും ആവർത്തിച്ച് പറയും. വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുക. അതേപോലെ കുട്ടികൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി, അവരുടെ മനസ്സിലേക്ക് നല്ലോണം പതിയാൻ വേണ്ടി ആവർത്തിച്ച് വിശദീകരിക്കുക എന്നതൊക്കെ മൂപ്പരുടെ പ്രത്യേക ശൈലിയാണ്. അതേപോലെ പ്രയാസമുള്ള കിതാബുകളൊക്കെ കൃത്യമായി പരിശോധിച്ച് പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ അടുത്ത പാഠം മാറ്റി കൊടുക്കുള്ളൂ. മൂപ്പര് ഒരു ദിവസം പാഠം മാറ്റണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പാഠം പരിശോധിച്ചിട്ട് വിദ്യാർത്ഥികൾ നന്നായി പഠിച്ചിട്ടുണ്ട് എന്ന് ബോധ്യം വന്നാൽ മാത്രമേ അടുത്ത പാഠം മാറ്റി കൊടുക്കുള്ളൂ. അതുപോലെ പിന്നെ മൂപ്പര് കുട്ടികളെ പരീക്ഷിക്കാൻ വേണ്ടി നന്നായി ചോദ്യം ചോദിക്കും. ചോദ്യം ചോദിക്കുമ്പോൾ എന്ന രീതി എന്ന് പറഞ്ഞാൽ സാധാരണ ഉസ്താദന്മാരൊക്കെ ചെയ്യണ പോലെ അവിടെ ഉള്ള ഇബാറത്ത് വായിച്ച് അതിന് മാന വെച്ച് അതിൻ്റെ ഒരു ഹാസിൽ ചോദിക്കുക എന്ന രീതിയിലുള്ള ചോദ്യമല്ല മൂപ്പര് പലപ്പോഴും ചോദിക്കുക. മൂപ്പര് എന്തെങ്കിലും വളഞ്ഞു തിരിഞ്ഞ വല്ല ചോദ്യങ്ങളോ ചോദിക്കുക. ചോദ്യം ചിലപ്പോ ഒരു വലിയൊരു പിന്നെ ആളുള്ള ചോദ്യം ഉണ്ടാവില്ല ചിലപ്പോ, പക്ഷെ കൃത്യമായ പാഠം പഠിച്ച ആളുകൾക്ക് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. ഇപ്പൊ ഈ ആളുകൾ വട്ടം കറക്കണ പോലത്തെ പല ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അവർ എത്ര കണ്ട് പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യണ പണിയാണ്. പിന്നെ ഉസ്താദ് മഅ്കൂലി ഉമർ മുസ്ലിയായിരുന്നു ആളുകൾ മൂപ്പര് ആ കാലത്ത് പറഞ്ഞിരുന്നെങ്കിലും മൂപ്പർക്ക് മഅ്കൂലാത്ത് മാത്രമല്ല, മഅ്കൂലാത്തിൽ മൂപ്പർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ മന്തിക്ക്, അതേപോലെ ഹൈഅത്ത്, ഫന്നുൽ മീഖാത്തി വൽ ഖിബ്ല പോലത്തെ ഫന്നുകളിലൊക്കെ മൂപ്പർക്ക് ഒരു അനിതര സാധാരണമായ കഴിവുണ്ട്. പക്ഷെ മൂപ്പര് നല്ലൊരു ഫക്കീഹും കൂടിയായിരുന്നു. സാധാരണ ഫിഖിൽ മൂപ്പർക്ക് ഒരു നല്ല കഴിവുണ്ട്. പൊതുവെ ഫതുൽ മൊയ്യീനൊക്കെ ഒരു പ്രത്യേക രീതിയിലുള്ള സബുക്ക് തന്നെയാണ്. അപ്പോൾ അത് നല്ല രസമുള്ള നാടൻ ഉദാഹരണങ്ങളൊക്കെ വെച്ച് ആകർഷണീയമായ രീതിയിലാണ് മൂപ്പര് ഫതുൽ മൊയ്യീനൊക്കെ ക്ലാസ് എടുക്കുക.
മാത്രമല്ല ഏത് പ്രയാസം ഉള്ള മസാലയും വളരെ സിമ്പിളായി ഹല്ല് ചെയ്യാൻ മൂപ്പർക്ക് കഴിയുമായിരുന്നു. ഫിഖയിൽ മൂപ്പർക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. ഉസ്താദിന്റെ ഉസ്താദിന്റെ ദർസിൽ ഉസ്താദ് പ്രത്യേക താല്പര്യത്തിൽ പ്രത്യേക പരിഗണന കൊടുത്ത് അങ്ങനെയുള്ള കിതാബുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഉസ്താദ് ഈ മഅഖൂലാത്തിനോട് കുറച്ച് താല്പര്യമുള്ളതുകൊണ്ട് നമുക്കും ഈ പ്രയാസമുള്ള എൻ്റെ ഒരു പ്രകൃതി പറഞ്ഞാല് പിന്നെ പ്രയാസമുള്ളത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ എനിക്ക് താല്പര്യം. ഈ പ്രയാസമില്ലാത്ത പഠിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല. ഞാൻ പ്രയാസമില്ലാത്ത സബക്കിനൊന്നും പോകാറില്ല. പ്രയാസമുള്ള സബക്കിന് മാത്രം പോവുക, അതൊക്കെയാണ് എൻ്റെ രീതി. അപ്പൊ അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ അൽഫിയ ഏകദേശം കഴിഞ്ഞിക്കണ്. ഞാൻ ഉമർസാദിന്റെ ഹജ്ജിന്റെ ബാബു മുതൽക്കാണ് ഫത്തുൽ മീൻ ഓതുന്നത്. പിന്നെ അതും പിന്നെ ജലാലീനി മിഷ്കാത്ത് പോലത്തെ കുറച്ച് സബക്കുകളൊക്കെ ഉള്ളൂ അന്ന് ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ളത്. അതുകൊണ്ട് അതൊന്നും ഈ കെണിയില്ലാത്തത് കൊണ്ട് അത്ര പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല നമുക്ക്. പിന്നെ കുറച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് തസ്രീമന്തിക്ക് തുടങ്ങിയത്. അപ്പൊ തസ്രീമന്തിക്ക് തുടങ്ങിയപ്പോൾ അത് കുറച്ച് പ്രയാസം. അപ്പൊ നമ്മളെ കൂടെയുള്ള കുട്ടികൾക്കൊന്നും വേണ്ട പോലെ ഇത് മനസ്സിലാവണില്ല. അപ്പൊ നമുക്ക് നല്ലോണം മനസ്സിലാവണമുണ്ട്. അപ്പൊ നമുക്കൊരു ത്രില്ല്. കുട്ടികളുടെ ഇടയിൽ കുട്ടികൾക്ക് മറ്റവർക്കൊന്നും മനസ്സിലാവണില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചാൽ ഉത്തരവൊക്കെ എളുപ്പം പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തസ്രീമന്തിക്കാണ് ഒരർത്ഥത്തിൽ ഇന്നെ ഓതാൻ പ്രചോദിപ്പിച്ച കിതാബ്. കാരണം ഈ കെണിയില്ലാത്ത ഓതാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അത് അത്ര മൈൻഡ് ചെയ്യൂല. അപ്പൊ കെണിയുള്ള ഒരു കിതാബ് തുടങ്ങിയപ്പോ, ഒരു ഫന്ന് തുടങ്ങിയപ്പോ അങ്ങനെ ഒരു ഓതാൻ താല്പര്യം വന്നു. അങ്ങനെ താല്പര്യം വന്നപ്പോ പിന്നെ സ്വാഭാവികമായും തസ്രീമന്തിക്ക് കഴിഞ്ഞപ്പോ ഒരു 6 മാസം എടുത്താണ് ഞങ്ങൾ തസ്രീമന്തിക്ക് തീർത്തത്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് മിർക്കാത്ത് ഓതി, അത് കഴിഞ്ഞ് ഷറൗത്തി ഓതി, അങ്ങനെ പിന്നെ അങ്ങോട്ട് തുടർന്ന് പോയതാണ്. ഉസ്താദിന്റെ അതേപോലെ തന്നെ ഉസ്താദും മഅഖൂലാത്തിലാണ് ഇപ്പോ അറിയപ്പെടുന്നത്. പിന്നെ ഓരോ നിയോഗം എന്ന് പറയാം ഓരോരുത്തർക്കും ഓരോ. ഇപ്പൊ ഞാൻ മുദരിസായി വന്നത് ഉമർസാദിന്റെ ദർസിൽ തന്നെയാണ്. ഞാൻ കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ ദേശമംഗലത്താണ് ഉമർസാ ജോലി ചെയ്യുന്നത്. ദേശമംഗലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ ഷൊർണൂരിന്റെ പിന്നെ അപ്പുറത്ത്, പിന്നെ ചെറുതുരുത്തിയുടെ സമീപത്ത് ദേശമംഗലം എന്നൊരു സ്ഥലമുണ്ട്. തൃശ്ശൂർ ജില്ലേന്റെ ഈ വടക്കേ അറ്റാണ്. അവിടെ ഒരു MIC മാലിക് ദീനാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്നിട്ട് തൃശ്ശൂർ ജില്ലാ ജമിയത്തുൽ ഉലമയുടെ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതിന്റെ കേന്ദ്രം അവിടെയായിരുന്നു. അതിൽ അറബി കോളേജ് ഉണ്ട്. അസ്ഹരി തങ്ങളായിരുന്നു അതിന്റെ പ്രിൻസിപ്പൾ. അവിടെ ഉസ്താദ് കോളേജിലേക്ക്, കൊടങ്ങാടുന്ന് കോളേജിലേക്ക് മാറിയ അതിന്റെ ശേഷം ആണ് ഞാൻ കോളേജ് കഴിഞ്ഞ് വരുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ ആദ്യമായി മുദരിസായി നിയമിക്കപ്പെടുന്നത്. അപ്പൊ പിന്നെ അവിടെ സ്വാഭാവികമായും ഉസ്താദിന്റെ ദർസിൽ ഞാൻ 2ാം മുദരിസായി ചെല്ലുന്ന സമയത്ത് ഉസ്താദ് നമുക്കൊരു വലിയ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഈ ഫന്നിന്റെ ബാക്കിൽ വരാൻ കാരണം. അതാണ് ചോദ്യം. കാരണം ഉസ്താദ് നമ്മളെ ഒന്ന് വളർത്തിക്കൊണ്ടിരണമെന്നൊരു ഉസ്താദിനൊരു താല്പര്യമുള്ളതുകൊണ്ട് അവിടെ ഉള്ള പ്രധാനപ്പെട്ട കിതാബുകളൊക്കെ എന്നെ ഏൽപ്പിച്ചു തന്നു. അതായത് അന്ന് അവിടെ കോളേജ് പോണ ബാച്ചിന്റെ ബൈലാവി, ഷറുൽ അഖായിദ്, ജമ്മു 2ാം ജുസ്, മുഖ്തസർ, പിന്നെ ഉഖലൈദിസ്, പിന്നെ തസ്രീമന്തിക്ക് പോലത്തെ അവിടെ ദർസിൽ പ്രധാനപ്പെട്ട കുട്ടികൾ ശ്രദ്ധിക്കുന്ന പല കിതാബുകളും എന്നെ ഏൽപ്പിച്ചു. അപ്പൊ നമുക്കൊരു പരീക്ഷണമാണ്. അത് വിജയിച്ച് കിട്ടുകയാണെങ്കിൽ പിന്നെ തുടരാൻ. പൊതുവെ ഞങ്ങളുടെ ദർസിൽ 2ാം മുദരിസന്മാര് വിജയിക്കാറില്ല. ഞങ്ങളുടെ ദർസിൽ ഉണ്ടാകുന്ന സമയത്ത് പല 2ാം മുദരിസന്മാരും ഉണ്ടെങ്കിലും അവരെ ദർസിന് കുട്ടികൾ ഉസ്താദിലേക്ക് നോദണം എന്ന താല്പര്യം കൊണ്ട്. അപ്പൊ ഞങ്ങളെ ദർസിനെ സംബന്ധിച്ചിടത്തോളം 2ാം മുദരിസ് വന്നിട്ട് അവിടെ വിജയിക്കുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. സാധാരണ 2ാം മുദരിസുമാര് ഒരു 2 കൊല്ലമൊക്കെ ആരെങ്കിലും ഒക്കെ നിന്ന് പോകുമെന്നല്ലാതെ കുട്ടികൾക്ക് 100%, കാരണം ഉസ്താദിന്റെ ക്ലാസ് കേൾക്കാൻ താല്പര്യമുള്ള കുട്ടികൾ, ഉസ്താദിൽ നിന്ന് പഠിക്കണമെന്ന താല്പര്യത്തോടുകൂടെ വന്ന കുട്ടികൾ സ്വാഭാവികമായും അവിടുത്തെ രീതി അനുസരിച്ച് പിന്നെ ഉസ്താദ് കുട്ടികളുടെ ഇഷ്ടം പരിഗണിക്കുന്ന ആളാണ്. കുട്ടികൾക്ക് ഏതാണ് സബക്ക് വേണ്ടത്, ആരെടുത്താ വേണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമയത്ത് അവിടെ വിജയിക്കലൊരു വലിയ പ്രയാസമായിരുന്നു. എന്തായാലും ആ പരീക്ഷണത്തിൽ അന്ന് തൽക്കാലം അൽഹംദുലില്ലാഹ് രക്ഷപ്പെട്ട്. പിന്നീട് സ്വാഭാവികമായും ഒരു ബാച്ച് ഇപ്പൊ തസ്രീമന്തിക്കൊക്കെ അവിടെ നിന്ന് തുടങ്ങി. ഇപ്പൊ ഈ ഗഫൂർ അൻവരി പോലത്തെ ആളുകളൊക്കെ പിന്നെ അവിടെ ഓതാൻ വേണ്ടി വരുന്നതും ഞാൻ അവിടെ മുദരിസായി ചെല്ലണ 1 വർഷമാണ്. അപ്പൊ അവർക്ക് ഒരു തസ്രീമന്തിക്ക് എൻ്റെ അടുത്ത് തുടങ്ങിയിരുന്നു. പിന്നെ സ്വാഭാവികമായി അത് തസ്രീമന്തിക്ക് തീരുമ്പോൾ അവർക്ക് മിർക്കാത്ത് ഞാൻ തന്നെ ഓതണം. അപ്പോൾ അത് കഴിഞ്ഞാൽ ഷറൗത്തി ഞാൻ തന്നെ ഓതണം. അങ്ങനെ പിന്നെ അങ്ങനെ ഒന്നിന്റെ ബാക്കിൽ
അതിൻ്റെ തുടർന്ന് ബാക്കി എന്ന രീതിയിൽ അങ്ങനെ ഓതിപ്പോയി. പിന്നെ സ്വാഭാവികമായും പിന്നെ എൻ്റെ ഒരു ശരീക്ക് തന്നെ ഒരു അബ്ദുൽ ഖാദർ അൽ കാസിമി എന്ന ആള് അടുത്ത വർഷം അവിടെ ഒരു മുദരിസായി നിയമിക്കപ്പെട്ട്. പിന്നെ ഞങ്ങൾ ഉസ്താദും 2 ശിഷ്യന്മാരുമാണ് അവിടെ ഉള്ളത്. സ്വാഭാവികമായും പിന്നെ ഒരു ഫന്നിന് വേണ്ടി ഒരാൾ നിയമിക്കപ്പെട്ടാൽ അയാളെന്നും ആ ഫന്നിൽ ഇങ്ങനെ പിന്നെ അതിൽ തന്നെ ഒതുങ്ങിക്കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊരു 10 കൊല്ലം അൻവരിയിൽ മൊത്തം, അതിന്റെ ശേഷം അൻവരിയിലും MIC-യിലും ഒക്കെ കൂടി ഒരു 10-12 കൊല്ലം നിന്നിട്ടുണ്ട്. ഈ കാലത്ത് അധികവും നമുക്ക് എന്നും സബക്കുണ്ടാകുക ഇതുപോലത്തെ കിതാബുകളാണ്. ഈ മന്ദക്കിന്റെ ഏതെങ്കിലും കിതാബ്, ഹയ്യത്തിന്റെ കിതാബ്, റിസാല, അതുപോലെ പിന്നെ ഈ മറ്റേ മൈബദി, ഷറുൽ ഖായിദ്, ഇത്തരം കിതാബുകൾ മാത്രമേ ഉള്ളൂ നമുക്കന്ന് ദർസ് ഉണ്ടാവുക. സ്വാഭാവികമായും ഒരു ഫന്ന് മാത്രം അല്ലെങ്കിൽ കുറച്ച് ഫന്നുകൾ മാത്രം ഉപയോഗിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായി അതിന്റെ ആളുകളായി അങ്ങനെ മുദ്ര കുത്തപ്പെടും. അങ്ങനെയാണ് ആയിത്തീരുന്നതാണ് ഇപ്പൊ. പഠന കാലത്തായാലും തദ്രീസിന്റെ സമയത്തായാലും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ കിതാബ് ഏതായിരിക്കും? അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ചാല് ഇപ്പോ നമ്മളെ അനുഭവത്തില് പ്രയാസമുള്ള, ഇപ്പൊ ഉസ്താദൊക്കെ ഉസ്താദ് തന്നെ എപ്പോഴും പറയാറുണ്ട്, പ്രയാസമുള്ള കിതാബ് എന്ന് പറയുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ 3 കിതാബാണ്. അതായത് ഫന്നുൽ ഹിക്കുമത്തിലെ മൈബദി, സാധാരണ നമ്മള് ദർസിൽ ഓതുന്ന മൈബുദി, അതുപോലെ ഫന്നുൽ മീഖാത്തി വൽ കിബിലയിലെ റിസാല, അതേപോലെ പിന്നെ ഷറുൽ ഖായിദിന്റെ ഇൽമുൽ കലാമിലെ ഷറുൽ ഖായിദിന്റെ ഹാഷിയ ഖയാലി, ഇതുപോലത്തെ കിതാബുകളാണ്. ഈ കിതാബുകളൊക്കെയാണ് കിതാബുകളെ കൂട്ടത്തിൽ പ്രയാസമുള്ള കിതാബായി പൊതുവെ പരിഗണിക്കപ്പെടാറ്. നമ്മൾ ഉസ്താദൊക്കെ അതൊക്കെ തന്നെയാണ് പ്രയാസമുള്ള കിതാബായി പറയാറ്. സ്വാഭാവികമായും പ്രയാസം ഉള്ള കിതാബ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ പിന്നെ അതിനൊന്നും നമ്മള് ഒന്നും കൂടി കൂടുതൽ പരിഗണന കൊടുക്കും. ഇപ്പോൾ ഈ ഖയാലിയൊക്കെ എല്ലാവരും വളരെ പ്രയാസമാണ്, ചിലർക്ക് ഓതാൻ കഴിയില്ല എന്നൊക്കെ പറയപ്പെടുന്ന കിതാബാണ്. അപ്പൊ ഈ ഇമാം ഖയാലിയെ കുറിച്ച്, ഇമാം ഖയാലിയുടെ ഒരു ശൈലി, അവരുടെ കിതാബിന്റെ ശൈലിയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഖയാലി പറഞ്ഞാല് പിന്നെ അതൊരു അസാധാരണ കിതാബാണ്. നമ്മള് സാധാരണ ഹാഷിയകളൊക്കെ ലളിതമാവാറാണ് ഹാഷികളുടെ സ്വഭാവം. അതിനാണ് പൊതുവെ ഹാഷ്യ പിന്നെ ഉപയോഗിക്കണതും. നമ്മളൊരു മത്തിനൊരു ഈജാസ് ഉണ്ടാവുമല്ലോ, ആ ഈജാസിനെ ഒന്നും കൂടി ബസ്ത് ചെയ്യാനാണ് ഷറഹുകൾ ചെയ്യുന്നത്. സാധാരണ ഷറഹിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടെങ്കിൽ, അല്ല ഇസ്തിദ്ലാലുകളും അതുപോലത്തെ തഖീദ് പോലത്തെ പ്രശ്നങ്ങളും, ഈ ഇബ്ഹാമുകളുള്ള സ്ഥലത്ത് വ്യക്തത പോലത്തെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനാണ് സാധാരണ ഷറൈന്റെ പുറത്ത് ഹാഷികൾ വരാറ്. സാധാരണ എല്ലാ കിതാബിന്റെ ഈ ശൈലി അങ്ങനെയാണല്ലോ. പക്ഷേ ഷറുൽ ഖായിദിന്റെ മത്തിന് അഖീദത്തുൻ നസഫിയ്യത്ത്, ഉമറുൻ നസഫിന്റെ അൽ അഖീദത്തുൻ നസഫിയ എന്ന അൽ അഖായിദുൻ നസഫിയ എന്ന് പറയുന്ന മത്തിന് ഒരു മൂജിസായ വളരെ ചെറിയൊരു മത്തിനാണ്. അതിന് സഅദുദ്ദീൻ എഴുതിയ ഷറഹ് അത്ര പ്രയാസമുള്ളതല്ല. ഇൽമുൽ കലാമിന്റെ പ്രയാസമുണ്ട് എന്നതല്ലാതെ ഇബാറത്തിന്റെ അത്ര പ്രയാസങ്ങളൊന്നുമില്ല. അതിലിപ്പോ ഈ ഫൽസഫ ടച്ചുള്ള കുറെ ആശയങ്ങൾ ഉണ്ടാവും. അതുപോലത്തെ ഒരു സാധാരണ ആശയങ്ങളെ തെളിവ് കൊണ്ട് സമർത്ഥിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ചെറിയ പ്രയാസം എന്നതിൽ കവിഞ്ഞ് ഒരു വലിയ പ്രയാസമുള്ള കിതാബല്ല ഷറുൽ ഖായിദ്. ഇനി ഷറുൽ ഖായിദയെ അപേക്ഷിച്ച് ഷറുൽ ഖായിദയേക്കാൾ പ്രയാസമുള്ള കിതാബാണ് ഹാഷിയ. അത് ഞാൻ പറഞ്ഞത്, ഹാഷിയ സാധാരണ ഷറൈന്റെ പ്രയാസം തീർക്കലാണ് ഹാഷിയയുടെ സാധാരണ ഹാഷികൾ ചെയ്യാറ്. ഖയാലി എന്ന ഹാഷിയ നേരെ തിരിച്ചാണ്. ഷറുൽ ഖായിദയേക്കാൾ പ്രയാസമാണ് ഖയാലി. അതുകൊണ്ടാണ് ഒട്ടുമുക്കാൽ മുദരിസുമാരും ഷറുൽ ഖായിദ ദർസ് നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിന്റെ അലാവജിയിൽ ഹക്കി ദർസ് നടത്തുന്ന പോലും ഉണ്ട്, അല്ലാത്ത പോലും ഉണ്ട്. പക്ഷെ ഖയാലി ദർസ് നടത്തുന്ന ആളുകൾ നന്നേ കുറവാണ്. പണ്ട് പറഞ്ഞു കേൾക്കണ കഥയാണത്, അതാണ്ട് ശരിയാണെന്ന് അറിയില്ല. പഴയ കാലത്ത് ഈ ഖയാലി ദർസ് നടത്തുന്ന മുസ്ലിയാക്ക ഉസ്താദുമാരുടെ വീടിന്റെ മുകളിൽ അല്ല ഗേറ്റുമൊക്കെ കൊടി കെട്ടിയെന്നു എന്നൊക്കെ പറയണേക്കെ. ശരിയാ തെറ്റാന്നറിയില്ല. ചിലപ്പോൾ ഉസ്താദുമാര് വെറുതെ ഇങ്ങനെ കുട്ടികളെ പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് കൂട്ടാൻ വേണ്ടി പറയണതാന്നും അറിയില്ല കേട്ടോ. അത് നമ്മൾ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ പറയണേക്ക ഉസ്താദുമാരൊക്കെ ഖയാലി അത്രയും പ്രയാസമാണ്,
സാധാരണ ആളുകൾക്ക് അത് വഴങ്ങൂല എന്നൊക്കെ പറയാറ്. ഇപ്പോഴത്തെ കാലത്തെ പഠനം നോക്കുകയാണെങ്കിൽ പണ്ട് എല്ലാവരും എല്ലാ ആലിമീങ്ങളും ഏതെങ്കിലും ഒരു ഫന്നിൽ പ്രത്യേക കഴിവുള്ളവർ എല്ലാവരും ഒരു മുഹഖിഖീങ്ങളായ നിലയ്ക്കായിരുന്നു എല്ലാവരും പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പം അങ്ങനെ കഴിവുള്ള പണ്ഡിതന്മാർ കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഈ പുതിയ കാലത്തെ പഠന രീതിയിൽ വന്ന മാറ്റങ്ങളാണോ അതിന് ഈ പഠന രീതിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടോ ആ പഴയ കാലത്ത് പോലെ നല്ല തഹ്ഖീഖുള്ള ആലിമീങ്ങൾ? അതിന് രണ്ട് പ്രശ്നമാണ് അതിന് മനസ്സിലാവുന്നത്. എന്താ വെച്ചാൽ, ഒന്ന് പിന്നെ പുതിയ കാലത്തെ പഠന രീതിയിൽ വന്ന മാറ്റം തന്നെയാണ് അടിസ്ഥാന പ്രശ്നം. അങ്ങനെ പുതിയ കാലത്ത് പഠന രീതിയിൽ മാറ്റം വരാൻ കാരണം എല്ലാ ദർസുകളും എന്നല്ല പറയണത്, അപൂർവം ചില ദർസുകൾ എപ്പോഴും ആ പഴമയെ നിലനിർത്താൻ പാടുപെടുന്നുണ്ട്. പക്ഷെ അവർ വലിയ ത്യാഗമാണ് ചെയ്യണത്. പുതിയ കാലത്ത് ഇപ്പൊ ഈ മോഡേൺ സിലബസുകളൊക്കെ വന്നപ്പോൾ അവർ ഈ സമുന്നയത്തിന്റെ ബാക്കിൽ, ഇപ്പൊ ഞങ്ങളെ കാലത്ത് ഇപ്പൊ നമ്മള് ഇപ്പോൾ ദർസിൽ നിന്ന് മാറിയിട്ട് തന്നെ ഒരു 32 വർഷമായി ഞാൻ മുദ്രീസായിട്ട്. അപ്പൊ നമ്മൾ ഈ മേഖലയിൽ വന്നിട്ട് ഒരു 45 വർഷത്തിന്റെ പിന്നെ ശരാശരി ആയില്ലേ. ഇതിന്റെ മുമ്പൊക്കെ തന്നെ സിലബസ് പരിഷ്കരണം എന്നൊരാശയം ചില ആളുകളൊക്കെ ഈ നമ്മളെ മേഖലയിൽ തന്നെ ഉന്നയിച്ചിരുന്നു. അപ്പൊ അത് ഈ ചരിത്രം തഫ്സീർ പോലത്തെ കാര്യങ്ങളൊക്കെ മറ്റേ ദർസുകളിൽ ഉൾപ്പെടുത്തണം. ഈ മഅഖൂലാത്തിന്റെ ഈ അമിതമായ സ്വാധീനം ദർസിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ. അത് ഒട്ടുമുക്കാൽ ആളുകളും ഈ ഇത്തരം ഫന്നുകളിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തതൊന്നും ശരിയല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി അവരതിനൊക്കെ വിമർശിച്ചിരുന്നു. ആ സമൂഹത്തിന് ഈ സർക്കുലറിയരെ പോലത്തെ ആളുകളൊന്നും ഉള്ള കാലത്ത് അതിനൊന്നും ഒരു പ്രസക്തി കിട്ടിയിരുന്നില്ല. പക്ഷെ പിൻകാലത്ത് അവർക്ക് മേൽക്കോയ്മ വരികയും ആ അഭിപ്രായങ്ങൾക്ക് ആളുകൾ കൂടുതൽ സ്വീകാര്യത വരികയൊക്കെ ചെയ്തതിന്റെ ഭാഗമാണ് ഈ സമുന്നയമൊക്കെ പിന്നീട് ഉടലെടുത്തത്. അത് ശക്തിപ്പെട്ട് സ്വാഭാവികമായും ഈ സമുന്നയ സെറ്റ്, ഞാൻ ഒന്നിന്റെ പേരൊന്നും പറയണില്ല, പല വിഭാഗം ആളുകളും സമുന്നയത്തിന്റെ പുതിയ പുതിയ പല വേർഷനും ഉണ്ടാക്കിയല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായും പള്ളി ദർസുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ. അപ്പൊ പള്ളി ദർസുകൾ പിന്നെ സ്കൂൾ വിദ്യാർത്ഥികളെ സ്വീകരിക്കേണ്ട ഒരു നിർബന്ധ സാഹചര്യത്തിലേക്ക് പള്ളി ദർസ് മാറി. അപ്പൊ സ്വാഭാവികമായും പള്ളി ദർസിൽ സമുന്നയം സിലബസ് അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും ഒരു സമുന്നയം പള്ളി ദർസിലും കടന്നു വന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഭൗതിക വിദ്യാഭ്യാസത്തിനോട് മതവിദ്യാർത്ഥികൾ ടച്ച് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായും ഭൗതിക മേഖലയോട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭൗതികത്തിന്റെ പുരോഗതിയെ കുറിച്ചാണ് പിന്നെ ആളുകൾ ആലോചിക്കുക. മറ്റേതൊരു 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ സ്കൂൾ കഴിഞ്ഞാൽ ഈ SLC കഴിഞ്ഞാൽ പിന്നെ പള്ളിയിലേക്ക് വന്നാൽ പിന്നെ അവർ ഭൗതികത്തെ കുറിച്ച് ആലോചിക്കണില്ല. പിന്നെ അവർ സ്വയം കഴിവുകൾ ഉപയോഗിച്ച് വല്ല ഇംഗ്ലീഷോ പിന്നെ അതുപോലത്തെ ഏതെങ്കിലും ഭാഷകളോ അത് അങ്ങനെയൊക്കെ പഠിക്കുക, അല്ലെങ്കിൽ കുറെ വായനാശീലം ഉണ്ടാക്കുക. അതുകൊണ്ട് വല്ല എഴുത്ത് പ്രസംഗം പോലത്തെ കാര്യങ്ങൾക്കൊക്കെ കഴിവുകൾ ആർജിക്കുക എന്നതിൽ കവിഞ്ഞ് ഭൗതികമായ കോഴ്സുകൾ സമ്പാദിക്കുന്ന ഒരു പഠന രീതി മുൻകാലത്തില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ പള്ളി ദർസ് അറിഞ്ഞോ അറിയാതെയോ അതിന് കീഴ്പ്പെട്ട് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഇനി ആരും ആലോചിച്ചിട്ടും കാര്യമില്ല, ഒരു ശരാശരി ബുദ്ധിയുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിദ്യാഭ്യാസവും ഒന്നിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു വിദ്യാഭ്യാസം മാത്രം, അല്ലെങ്കിൽ പള്ളി ദർസിലൊക്കെ പോയ ശൈലി അനുസരിച്ച് 1ഓ 2ഓ വിഷയം മാത്രം പഠിച്ചിട്ടായിരുന്നു അവർ മലക്കുണ്ടാക്കിയിരുന്നത്. ഇതിപ്പോ 5ഉം 6ഉം വിഷയം പഠിക്കേണ്ടി വരും, അതിൻ്റെ കൂടെ ഭൗതിക വിഷയങ്ങളും പഠിക്കേണ്ടി വരും. അപ്പൊ പിന്നെ പഠനം എന്നതൊരു നാമമാത്രമായി മാറി. ആഴത്തിൽ പഠിക്കാൻ അധ്യാപകരും തയ്യാറാണ്, വിദ്യാർത്ഥികളും തയ്യാറാണ്. വിദ്യാർത്ഥിക്ക് ബുദ്ധി വേണം, അധ്യാപകന് പ്രാപ്തി വേണം. ഇത്രയും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിരുന്നു. അതുകൊണ്ട് പള്ളി ദർസുകളിൽ നിന്ന് മുഹഖീഖീങ്ങൾ ഉണ്ടായിരുന്നു. പിൻകാലത്ത് അത് ക്രമേണ നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു മുഹഖീഖ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മറ്റേ വളരെ വിരളീകാരം. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളാണുള്ളത്, ഇതിനൊക്കെ മറികടക്കാൻ പറ്റണം. അതിൻ്റെ ഒരു വലിയ പ്രശ്നം പഴയ കാലത്ത് കാലം എന്നത് ഒരു പിന്നെ വിലയില്ലാത്ത സംഗതിയായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ പള്ളി ദർസ് ജീവിതം അവസാനിപ്പിച്ചത് 14 വർഷം കൊണ്ടാണ്.
ഇന്ന് ഒരു കുട്ടി ഒരു മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ 10 വർഷമാണ് 12 വർഷമാണ് ഇപ്പോഴത്തെ കോഴ്സ് ഡിസൈൻ ചെയ്യണത്. അപ്പൊ 22 വയസ്സാകുമ്പോഴേക്കും ഇവന്റെ പഠനം പൂർത്തിയാവുകയാണ്. അതിനൊന്നും പഠിക്കാത്തൊരു സാധനമല്ല ഈ വയസ്സിന്റെ ഉള്ളിൽ. അന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പൊ ഒരു 10-18 വയസ്സാകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അവർക്ക് തുടങ്ങി ഇനി എത്ര കാലമായി നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ട്, ഇനി എത്ര കാലം പഠിക്കണം, ഇതെന്നാ അവസാനിപ്പിക്കാൻ പറ്റുക, നമുക്ക് എന്ത് ജോലിക്കാ പോകാൻ പറ്റുക, ദുനിയാവ് ഉണ്ടാക്കണം, പണം സമ്പാദിക്കണം, അതിന്റെ മാർഗം എന്തെന്നാണ് ഏത് ചെറിയ വിദ്യാർത്ഥികളുടെയും, വിദ്യാർത്ഥിയിൽ നിന്ന് ഏത് മനുഷ്യന്റെയും മനസ്സിനെ അലട്ടണ ആകുള്ള ഒരു പ്രശ്നം സമ്പാദിക്കാൻ എന്താ മാർഗം എന്നാണ്. വിദ്യാഭ്യാസം ഒരിക്കലും ഒരു സമ്പാദന മാർഗമൊന്നുമല്ല, ഒരു കാലത്തും അല്ല. ഭൗതിക വിദ്യാഭ്യാസം ആണെങ്കിലും അതുകൊണ്ട് വിദ്യാഭ്യാസം കൊണ്ട് സമ്പാദിക്കണേ വലിയ പണിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായത് കൊണ്ട് ഇപ്പോ ദീർഘകാലം പഠിക്കാൻ വിദ്യാർത്ഥികളെ കിട്ടൂല. ഒരു 10-15 കൊല്ലം ദർസിൽ ഓതണം എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി ഒരിക്കലും അതിന് തയ്യാറാവില്ല. ഇനി വിദ്യാർത്ഥി തയ്യാറായാലും അവരുടെ രക്ഷിതാക്കൾ തയ്യാറാവില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫന്നിലും കഴിവുണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ ചെറിയ കാലം കൊണ്ട് എല്ലാ ഫന്നിനെ കുറിച്ചും ചെറിയ ടച്ച് ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മുടെ വിദ്യാർത്ഥിയെ കൊണ്ടുവന്നിട്ട് ഒരു 5 കൊല്ലം ദർസിൽ നിർത്തി ഒരു നവീനിത്താവ് മാത്രം ഓദിച്ചു പോയാൽ കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല. ചിലപ്പോൾ കുട്ടി ഈ മേഖലയിലൊന്നും വന്നില്ലെങ്കിൽ ഒരു നാളെ ആവശ്യമുള്ളത് നിസ്കാരയിക്കാരം. അപ്പോൾ അതുകൊണ്ട് അവന് ഫിഖ് അറിയൽ ആവശ്യമല്ലേ, അത്യാവശ്യം ഖുർആനും ഹദീസും ഒക്കെ പഠിക്കണ്ടേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഗതികെടുമ്പോഴാണ് കഴിവുള്ള മുദരിസന്മാരും അവര് ഇത്തരം നിർബന്ധ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ രീതിയിൽ അധ്യാപനം നടത്തേണ്ട ഒരു ഗതിയിലേക്ക് പോകുന്നത് എന്ന് പറയാം. ഈ പഴയ കാലത്തെ ഒരു പഠന രീതി എങ്ങനെയായിരുന്നു? ദർസിലായാലും മറ്റും പഴയ ആളുകൾ കിതാബ് പഠിച്ചിരുന്ന ഒരു ശൈലി, അതുപോലെ തന്നെ ആഴത്തിൽ പഠിക്കാന്ന ഒരു സ്വഭാവം ആളുകൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തോനെ വിഷയം പഠിക്കൂല, കുറച്ച് വിഷയം പഠിക്കുക. കുറച്ച് വിഷയം പഠിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് ടൈം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവർ 1, 2, 3 ഒക്കെ കിതാബ് ഓതുക. ഓതുന്ന കിതാബിന്റെ ഹാഷിയും ഷറവും ലഭ്യമാവുന്നതൊക്കെ സംഘടിപ്പിച്ച് അതൊക്കെ മുതാല ചെയ്യുക. പൊന്നാനി മഖ്ദൂമി സിലബസിലൊക്കെ ഫതുൽ മൂൻ ഓതുന്ന കാലത്ത് അവർക്ക് മിൻഹാജിന്റെ ഷറകളൊക്കെ അവർ മുതാല ചെയ്യുകയും അതിൽ നിന്നൊക്കെ ആശയം ഫതുൽ മീനിലേക്ക് പകർത്തി എഴുതുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് ഇപ്പൊ കരിങ്ങപ്പാറിന്റെ പേരിൽ പറയപ്പെടുന്ന ഫതുൽ മീനൊക്കെ കാണുന്നത് അവരുടെ ആ കാലത്തെ പഠന രീതിയാണത്. അവര് മുദരിസായിന്റെ എഴുതി ചേർത്തതാവില്ല. കാരണം അവരെ പാരമ്പര്യ സൈദാലി ഉസ്താദ്, കരിങ്ങപ്പാറ, മരക്കാർ ഉസ്താദിന്റെ വാപ്പ, വീരാൻകുട്ടി ഒല്ലിയർ, ഇവരുടെയൊക്കെ കിതാബുകൾ ഏകദേശം ആ മോഡൽ തന്നെയാണ്. കാരണം അത് അവരുടെ ഒരു പാരമ്പര്യ രീതിയാണ്. അവര് വളരെ നീണ്ട കാലം എടുത്തിട്ടാണ് അതൊക്കെ പഠിക്കുക. അതുകൊണ്ട് ഒരുപാട് സമയം ചെലവാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സമയത്തിനൊന്നും അത്ര വലിയൊരു പ്രയാസമൊന്നുമില്ല. 10-30 വയസ്സാകുമ്പോഴേക്കാരം ഓരോരുത്തർ പഠനം അവസാനിപ്പിക്കുക. ഉസ്താദ് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വർഷമായി തദ്രീസിന്റെ മേഖലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു 10-32 വർഷത്തിലധികമായി. ഇക്കാലയളവിൽ ഉസ്താദിന്റെ പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? അൻവരിയിൽ നമ്മൾ 10 കൊല്ലം ദർസ് നടത്തി. അവിടുന്ന് കുറെ നല്ല വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിപ്പോ എന്റെ വിദ്യാർത്ഥികളൊന്നും പറയാൻ പറ്റൂല. അവിടെ ഒരുപാട് ഉസ്താദന്മാരുണ്ട്. പിന്നെ നമ്മുടെ ഗഫൂർ അൻവരി, അതുപോലത്തെ പിന്നെ ഒരു അൻവരി തന്നെ വൈസ് പ്രിൻസിപ്പാളായ ഒരു അഷറഫ് അൻവരി ഉണ്ട്. അങ്ങനെ കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത് വഫാത്തായ മുടിക്കോട് മുഹമ്മദ് മുസ്ലിം ഉസ്താദിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. വളരെ നല്ല തവാതുള്ള മനുഷ്യനാണ്. അത് പഠിക്കാൻ വേണ്ടി വരുന്നൊന്നുമല്ല. ഒരു മുത്താലിമായി മരിക്കണം എന്ന് ചിലപ്പോൾ ആഗ്രഹിച്ചിട്ട് കാണും. അതുകൊണ്ട് വരുന്നത് ഈ കാരണം ഈ ഫന്നുകളൊക്കെ നന്നായി കിട്ടുന്ന ആളാണ്. ഉസ്താദിന്റെ ജൂനിയറാണ്. നമ്മുടെ പയ്യനാട് കേസ് ഉസ്താദിന്റെ ദർസിലാണ് ഓതിയിരിക്കുന്നത്. ഈ ഫന്നുകളൊക്കെ കേസ് ഉസ്താദിന്റെ ഒക്കെ ഒന്ന് ഓതിയ നല്ല തഹക്കീക്കുള്ള ആളാണ്. ഫന്നൊക്കെ ദർസ് നടത്തുന്ന ആളുമാണ്. ഉസ്താദിന്റെ ജൂനിയറായി ദർസിലുണ്ടായിരുന്ന ആളാണ്. ജാമിയിൽ 2ാമത്തെ ബാച്ചറ്റ് എന്ന് തോന്നുന്നു. ജാമിയിൽ മുദരിസിരുന്ന പിന്നെ മറ്റേ റഹ്മാൻ കടമേരിയിൽ ആയിരുന്നു ലാസ്റ്റ് ജോലി ചെയ്തിരുന്നത്. അവിടെ നമ്മള് ഉമർസാന്റെ പേരിലുള്ള ആ സ്ഥാപനത്തിലൊരു മുദരിസമാരെ ക്ലാസ് തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ ആ ക്ലാസ് ഉദ്ഘാടനം ചെയ്തത് MT ഉസ്താദായിരുന്നു. അപ്പൊ അന്ന് മൂപ്പര് അവിടെ കണ്ടിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഉസ്താദിന്റെ പേരിലൊരു സ്ഥാപനത്തിൽ ഒരു ക്ലാസ് തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ഉസ്താദിനോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. വന്നതാവെന്ന് വിചാരിച്ചു. അന്ന് ആദ്യ ദിവസം കണ്ടപ്പോ ഞങ്ങള് സുഹൃത്തുക്കളാണ്. ഞാനും മൂപ്പരും ഒന്നിച്ച് MIC മറ്റേ അൻവരിയിൽ ജോലി ചെയ്തിട്ടുണ്ട്.
ഞങ്ങൾ പ്രായത്തിൽ ഒരു 10-25 വയസ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും ഞാൻ മൂപ്പരോട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. ഞാൻ മൂപ്പരെ സംസാരിക്കാൻ വേണ്ടി മൂപ്പരുടെ റൂമിലേക്ക് അങ്ങനത്തെ ഒരു ദിവസം ചെന്നില്ലെങ്കിൽ മൂപ്പര് ഇന്നെ തെരഞ്ഞു ഇങ്ങോട്ട് വരും. അപ്പം ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായിരുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ ക്ലാസ്സിന് കണ്ടപ്പോൾ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ അടുത്ത ക്ലാസ് മുതൽക്ക് മൂപ്പരെ എല്ലാ ക്ലാസ്സിനും കാണാൻ തുടങ്ങി. അപ്പോൾ മൂപ്പരെ എല്ലാ ക്ലാസ്സിനും വരും. ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് വരിക. ആ ഓട്ടോറിക്ഷ മടക്കി വിട്ട് രണ്ടാമത് വേറെ ഓട്ടോറിക്ഷക്കാണ് തിരിച്ചു പോകുക. ഒരു 500 റുപ്യ ചിലവാണ് ഒരു ക്ലാസ്. അപ്പം മൂപ്പര് ആരോടൊക്കെ പറയലുണ്ട് ഞാൻ ആ ക്ലാസ്സിന് പോകലുണ്ട് എന്നൊക്കെ. അത് ഏതൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞു വന്നു. അങ്ങനത്തെ ശിഷ്യനാണ്. അല്ലാതെ അതിപ്പോൾ ഒരു നമ്മള് മൂപ്പര് നമ്മളെ ശിഷ്യനാന്ന് പറയാൻ പറ്റുന്ന ശിഷ്യനൊന്നുമല്ല. മൂപ്പര് മുത്താലിമായി മരിക്കണം എന്ന് ചിലപ്പോൾ മൂപ്പർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് വരുന്നതേക്കാരം. മൂപ്പര് പിന്നെ അത് പൊതുവെ ആളുകളോട് അങ്ങനെ പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് ഒരു നല്ല ഒരു വളരെ തവാദുള്ള ഒരു പ്രകൃതിക്കാരനാണ്. ഉസ്താദ് മൂപ്പരെ കുറിച്ച് പറയല് മൂപ്പര് ശരിയായ ഒരു ജാഹിദാണെന്നാണ്. മുർസാഹിബ് ഇടയ്ക്ക് മൂപ്പരെ കുറിച്ച് പറയാറുണ്ട്. കുറെ ദുനിയാവൊക്കെ ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ വിറ്റൊക്കെ പോയി. പിന്നെ അന്നും ശ്രദ്ധിക്കാത്ത ആളാണ്. പൈസനോട് താല്പര്യമില്ല, ദുനിയാവിനോടൊരു ബന്ധമല്ല. അങ്ങനത്തെ ഒരു പ്രത്യേക പ്രകൃതിക്കാരനാണ്. അങ്ങനെ അതുകൊണ്ട് സബക്ക് കേൾക്കാൻ ഒരു രസത്തിന് ഇങ്ങനെ വരുന്നതായിരിക്കാം. നേരത്തെ കിതാബുകൾ പ്രയാസമുള്ള കിതാബുകൾ പറഞ്ഞ കൂട്ടത്തിൽ ഉസ്താദിന് ഏറ്റവും പ്രയാസമായി തോന്നിയ അല്ലെങ്കിൽ പഠിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയ കിതാബ് ഏതായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ തന്നെ. ഒരു ഖയാലി, റിസാലൊക്കെ നമുക്ക് അന്ന് പൊതുവെ ഈ റിസാല സാധാരണ ദർസുകളിലൊന്നും ദർസ് ഉണ്ടാവാറില്ല. മാത്രമല്ല ഞങ്ങൾ ദർസിൽ തന്നെ റിസാല വളരെ അപൂർവം ഏതെങ്കിലും ബാച്ചുകളൊക്കെ ഓതാറുള്ളൂ. ഈ ഓതിയാൽ അത് മുഴുവനാവാറുമില്ല. അപ്പം അത് അത്ര റിസ്ക്കുള്ള ഒരു പരിപാടിയാണ്. അങ്ങനെ ആയപ്പോൾ നമ്മൾ അതിന് ഒന്ന് മെനക്കെട്ട്. കാരണം ഞാൻ എൻ്റെ അതുവരെ അന്ന് അതിന് മുമ്പ് ഓതിയുന്ന കിതാബൊക്കെ നിർത്തിവെച്ച് ആ 6 മാസം ഒരു 6 മാസം ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിന് 6 മാസത്തിൽ വേറെ ഒരു കിതാബ് ഓതിയിട്ടില്ല. വെറും നിസാര മാത്രമായിരുന്നു. അതൊരു ദിവസം പാഠം മാറ്റിയ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേ അടുത്ത പാഠം മാറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഈ അമല് അത്ര സങ്കീർണമായത് കൊണ്ട് കുറെ അമലുണ്ടാവും. അതന്നെ ഞങ്ങൾ 3 പേരായിരുന്നു. ഞാനും ഒരു KC അബൂബക്കർദാരിമിയുണ്ട്, നമ്മുടെ മണ്ണാർക്കാട് സാദിഖുല്ലേരം വരുക. അപ്പോൾ മൂപ്പര് പിന്നെ ഒരു വടകരക്കാരനൊരു കുഞ്ഞബ്ദുള്ള എന്നൊരു ഒരു ദാരിമയുണ്ട്. ഞങ്ങൾ 3 പേരെ ഒന്നിച്ച് ഓതിയിരുന്നത്. അതിൽ കുഞ്ഞബ്ദുള്ള എല്ലാ കിതാബും ശരിക്കും ശ്രദ്ധിക്കുന്ന ആളാണ്. നല്ല കിതാബ് ഇട്ടുന്ന ആളാണ്. ഒരു ഗൾഫിലെ പൈസക്കാരനാണ്. ഗൾഫിലൊക്കെ പോയി 2 കൊല്ലം മുതലിസായിട്ടുള്ളൂ. നല്ല കിതാബ് ഇട്ടുന്ന ആളാണ്. അപ്പോൾ മൂപ്പരെന്താ കാട്ടി, ഒരു മുഖദ്യമ കഴിഞ്ഞപ്പോൾ എനിക്ക് കഴിയൂല. കാരണം മൂപ്പര് മറ്റു കിതാബൊന്നും കേടുവരുത്താൻ ഉദ്ദേശിക്കാത്ത ആളാണ്. അതുകൊണ്ട് മൂപ്പര് മറ്റു കിതാബ് നിർത്താൻ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ട് മൂപ്പരത് നിർത്തി. റിസാലോത്ത് നിർത്തി മൂപ്പര്. പിന്നെ ഞാനും KC ആണ് റിസാല മുഴുവനാക്കിയത്. ഉമർസാൻ്റെ. പിന്നെ മൂപ്പര് എനിക്ക് അതിലൊരു ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ മൂപ്പര് അന്ന് എന്നോട് കരാർ ചെയ്താണ്, കുഞ്ഞബ്ദുള്ള നോമ്പിന് എനിക്ക് പോയി തന്നെ, ഞാനിപ്പോൾ റിസാല നിർത്തുകയാണ്. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ 2 നോമ്പ് വെക്കേഷൻ കൊണ്ട് മൂപ്പർക്ക് റിസാല ഓതി കൊടുത്ത്. അപ്പം എനിക്കത് വലിയൊരു അവസരമായതെന്ന് വെച്ചാൽ ഞാൻ ദർസ് പൂർത്തിയാക്കിയ ഉടൻ തന്നെ എനിക്ക് റിസാല ദർസ് നടത്താനൊരു അവസരം കിട്ടി. പിന്നെ ഞാൻ അവിടുന്ന് കോട്ടൂർ ഉസ്താദിന്റെ ദർസിൽ പോയപ്പോൾ അവിടുന്ന് ഒരാണ് ദർസ് നടത്താൻ അവസരം കിട്ടി. അപ്പം ഞാൻ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ 2 വട്ടം റിസാല ദർസ് നടത്താനൊരു അവസരം കിട്ടിയോ. അതിങ്ങനത്തെ സാഹചര്യം ഒത്തു വന്നതാണ്. അതുകൊണ്ടായിരിക്കും അത്തരം പ്രയാസമുള്ള ഇൽമുകളൊക്കെ നിലനിർത്താൻ വലിയ പ്രയാസമാണ്. അപ്പം നന്നായി പഠിച്ചാലും ഇത് ഉപയോഗിക്കാൻ സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ ഇത് ടച്ച് വിട്ടാൽ പെട്ടെന്ന് അത് നഷ്ടപ്പെട്ടു പോകുന്ന സാധനമാണ്. ടച്ച് നിലനിർത്താൻ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഉസ്താദ് നിലവിൽ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന ജലാലിയിലാണല്ലോ സേവനം ചെയ്യുന്നത്, അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ ആയിക്കൊണ്ട്. അപ്പോൾ സയ്യിദുൽ കുറിച്ച് അവിടുത്തെ സവിശേഷതകൾ ഒന്ന് വിവരിക്കാം. നമ്മൾ മൂപ്പരെ വിട്ടെന്ന് മനസ്സിലാക്കുന്ന പോലെയല്ല. ഒന്ന് മൂപ്പര് ദർസിനോട് വലിയ താല്പര്യമുള്ള ആളാണ്. അത് നമ്മൾ എന്താ പറയാ, ചില ആളുകൾ ഇങ്ങനെ ഒരു മുദരിസാണെന്ന് പിന്നെ അറിയിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യുമല്ലോ. അങ്ങനെയല്ല, മൂപ്പർക്ക് ആത്മാർത്ഥമായിട്ട് തന്നെ ദർസിനോട് വലിയ താല്പര്യമാണ്. കാരണം മൂപ്പര് ഇത്രയും തിരക്കുള്ള ആളായിട്ടും
ഒരു ചെറിയ ഒഴിവ് കിട്ടിയാൽ മൂപ്പര് ദർസ് നടത്തും. ഇപ്പോൾ കോളേജിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാൽ പറ്റുമെങ്കിൽ മൂപ്പര് ക്ലാസ് എടുക്കും. അപ്പോൾ മൂപ്പരെ കാണാൻ വേണ്ടി അവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു 10-50 ആളുകളൊക്കെ പല സമയത്തും മൂപ്പരെ കാണാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. മൂപ്പര് ആദ്യ പരിഗണന കൊടുക്കുക ദർശനാണ്. നേരെ വന്ന് ക്ലാസ്സിൽ കയറി ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ ആളുകളെ കാണുക. വല്ല സംഘടനാ പ്രശ്നങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ചിലപ്പോൾ അതിന് നിന്ന് അവരെ ഒഴിവാക്കിയിട്ട് ക്ലാസ്സിന് പോകും. എന്നാലും അവിടെ വന്നിട്ട് ഒരു ക്ലാസ് എടുക്കാതെ മൂപ്പര് പോകുക എന്നുള്ളത് അപൂർവീകാരം. ഒരിക്കൽ രാത്രി എന്തൊരു പരിപാടിക്ക് കുറച്ച് സംസ്ഥാന നേതാക്കന്മാരൊക്കെ വന്ന് ഒരു മീറ്റിങ്ങിന് വേണ്ടി രാത്രി വന്നതാണ്. രാത്രി ഔദ്യോഗികമായ ദർസിന്റെ സമയമല്ലേ. എന്നിട്ട് മൂപ്പര് രാത്രി പിന്നെ മുഖ്തസറിയരൊക്കെ കൂടി വിളിച്ചൊരു ബുഖാരി ദർസ് നടത്തി. അപ്പൊ ദർസിനോട് മൂപ്പർക്ക് വലിയ താല്പര്യമാണ്. മൂപ്പര് ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ആണെങ്കിലും ഒരു വിധം കയ്യോങ്ങി ദർസ് ഒഴിവാക്കൂല. അത് മൂപ്പരുടെ പ്രത്യേകതയാണ്. പിന്നെ ഈ വിട്ടുന്ന് കാണുന്നവരെയല്ല, അടുത്തിടപഴകിയാൽ മൂപ്പര് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആളാണ്. ആ ഗൗരവമൊക്കെ ഇങ്ങനെ വിട്ടുന്ന് കാണുമ്പോൾ മാത്രമുള്ളതാണ്. അതുകൊണ്ട് മുതാലിമീങ്ങളെ ആലിമീങ്ങളെ പഴയ മുദരിസമാരെ മൂപ്പർക്ക് വലിയ ഇഷ്ടമാണ്. മൂപ്പരിപ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ മൂപ്പര് തിരക്കുള്ള ആളാണ്. നമ്മളിപ്പോൾ അവിടെ ഒരു സഹപ്രവർത്തകനാണ്. എല്ലാപ്പോഴും നമ്മൾ മൂപ്പരെ കാണാറില്ല. എപ്പോഴെങ്കിലും വല്ല അത്യാവശ്യം ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൻ്റെ വലിയ ആവശ്യങ്ങളോ അല്ല, മൂപ്പരുടെ റൂമിൽ ആരും ഇല്ലെങ്കിൽ വെറുതെ ഒഴിഞ്ഞ സമയമൊക്കെ കാണുമ്പോഴൊക്കെയാണ് ഞങ്ങൾ ആരെങ്കിലും മൂപ്പരോട് സംസാരിക്കാൻ പോവുക. സംസാരിക്കാൻ പോയാൽ മൂപ്പര് ഒരു സംഘടനാ സംസാരമോ രാഷ്ട്രീയമൊന്നും നമ്മളോടൊന്നും സംസാരിക്കാറില്ല. മൂപ്പര് സംസാരിക്കാറ് മൂപ്പര് ഓതിയ ഉസ്താദന്മാര്, അവരെ ഉസ്താദന്മാര്, മൂപ്പരെ ശരീക്കന്മാരിൽ പ്രഗത്ഭന്മാര്, അതുപോലത്തെ മൂപ്പരെ ഈ ഇൽമും അതുമായി ബന്ധമുള്ള സംസാരം മാത്രമാണ് മൂപ്പര് എപ്പോഴും ചെയ്യാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ആമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ.